Good evening, all of you. Welcome to the world of statistics. Okay, now we start testing of hypothesis. നമ്മൾ എസ്റ്റിമേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഏരിയ പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാം കവർ ചെയ്ത് പോവാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടാവും. അത് നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് സെഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും വിട്ടതായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കത് അവിടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ടെസ്റ്റിങ്ങിലേക്ക് പോവാണ്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് അതിൽ ടെസ്റ്റിങ്ങിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് നമ്മൾ ടെസ്റ്റിങ്ങിന്റെ കുറച്ച് തിയറട്ടിക്കൽ കമ്പോണൻസ് ഒക്കെ പറഞ്ഞു. എന്നാലും കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റിങ്ങും കൂടി ചെയ്യാമോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റിംഗ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോ ടെസ്റ്റിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും അതായത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കാവുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നിന്നാണ്. അപ്പൊ ആ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ 2 types of errors in testing, the more severe error is. ഏറ്റവും സിവിയർ ആയിട്ടുള്ള എറർ ഏതാണെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് തിയറട്ടിക്കൽ കമ്പോണൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ എ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്? ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന്റെ രണ്ട് മെയിൻ പാർട്ടുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന്റെ രണ്ട് മെയിൻ പാർട്ടുകളാണ് എസ്റ്റിമേഷൻ തിയറിയും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എസ്റ്റിമേഷൻ തിയറിയിൽ കുറെ പാരാമെട്രിക് വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കണമല്ലോ. സോ ആക്ച്വലി ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ ചെയ്യുന്നതാണത്. എന്ത് ഇതോ ആയിക്കോട്ടെ, ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇറ്റ്സ് റോങ് ഓർ റൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് മുന്നോട്ട് പഠിക്കണമെങ്കിൽ, അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ടെസ്റ്റുകളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അതിൽ ഒന്നാമത്തേതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. What do you mean by a statistical hypothesis? An assumption or claim about a population parameter that we test using sample data. ഒരു സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ച്, അത് ഞാൻ എസ്റ്റിമേഷൻ തിയറിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എസ്റ്റിമേഷനും ടെസ്റ്റിങ്ങും കംപ്ലീറ്റ് ചെയ്യുന്നത് സാമ്പിൾ ഡേറ്റ യൂസ് ചെയ്തിട്ടാണ്. എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് നമുക്കറിയാം, ബിക്കോസ് ഇറ്റ് ഇസ് മോർ ടൈം കൺസ്യൂമിങ്, എക്സ്പെൻസീവ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാമ്പിൾ ഡേറ്റയാണ് ടെസ്റ്റിങ്ങിലും എസ്റ്റിമേഷൻ തിയറിയിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോ ഒരു സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ക്ലെയിം, നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലെയിം ടെസ്റ്റ് ചെയ്യും. സോ an assumption or a statement about a population parameter, ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ്, ആ ടെസ്റ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സാമ്പിൾ ഡേറ്റ ആയിരിക്കും. സാമ്പിൾ ഡേറ്റ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ഇനി നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എ ഹൈപ്പോത്തസിസ് വിച്ച് ഈസ് ടു ബി ടെസ്റ്റഡ്. എന്തിനെയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ അതാണ് നൾ ഹൈപ്പോത്തസിസ്. ഫോർ എക്സാമ്പിൾ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനിന്റെ വാല്യൂ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനിന്റെ വാല്യൂ, മ്യൂവിന്റെ വാല്യൂ ഒരു 3 ആണോ എന്ന് നോക്കണം എന്ന് വിചാരിക്കാം. മ്യൂവിന്റെ റേഞ്ച് -∞ to ∞ ആണ്. അപ്പൊ ഒരു 3 ആണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, വിച്ച് ഇസ് ദ നൾ ഹൈപ്പോത്തസിസ്. ഇനി നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ഈക്വൽ സിമ്പലിലായിരിക്കും വരാം, ബിക്കോസ് നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ന്യൂട്രൽ മീനിങ്ങിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അവിടെ ഒരു ബയസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോ രണ്ട് കമ്പനീസിന്റെ പ്രോഡക്റ്റ് ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് കമ്പനിയുടെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് അയാളോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ്. സോ അങ്ങനെ ഒരു ബയാസ് വരാൻ പാടില്ല. അപ്പൊ നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ന്യൂട്രൽ മീനിങ്ങിലായിരിക്കണം. അപ്പൊ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്? അതർ ദാൻ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് അല്ലാത്ത ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാവുമല്ലോ,
അതാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതിന് 3 കണ്ടീഷൻസ് വരാം. അതിനെ നമ്മൾ H1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് ഒന്നുകിൽ mu greater than 3 ആവാം, അല്ലെങ്കിൽ mu less than 3 ആവാം, അല്ലെങ്കിൽ mu not equal to 3 ആവാം. ഈ 3 കണ്ടീഷനും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിന് വരാം. ഓക്കെ, അപ്പൊ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഈക്വൽ സിമ്പിൾ മാത്രമേ വരുള്ളൂ, ബാക്കി 3ഉം ഓൾട്ടർനേറ്റീവിന് വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇപ്പൊ നൾ ഹൈപ്പോത്തസിസിന്റെ ഡെഫിനിഷൻ എന്താ? ദ ഹൈപ്പോത്തസിസ് വിച്ച് ഈസ് ടു ബി ടെസ്റ്റഡ്. ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് അതർ ദാൻ നൾ ഹൈപ്പോത്തസിസ്. ഇനി എറേഴ്സ് ആണ്. നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ ഈ എറേഴ്സിന് മുന്നേ ഒരെണ്ണം കൂടെ പറയാം, ഞാൻ ഇതിൽ എഴുതി ചേർത്തിട്ടില്ല. സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. എന്താണ് സിമ്പിൾ ഹൈപ്പോത്തസിസ്, എന്താണ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്? എ ഹൈപ്പോത്തസിസ് വിച്ച് കംപ്ലീറ്റ്ലി സ്പെസിഫൈ ദ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഹൈപ്പോത്തസിസ് ഒരു ഡിസ്ട്രിബ്യൂഷനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കും. അതേപോലെ ഒരു ഹൈപ്പോത്തസിസ് വിച്ച് ഇസ് നോട്ട് സിമ്പിൾ, സിമ്പിൾ അല്ലാത്തതാണെങ്കിൽ അതിനെ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കും. എ ഹൈപ്പോത്തസിസ് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ 2 പാരാമീറ്റർ ഉണ്ട്, mu ആൻഡ് സിഗ്മ. അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/σ√2π e⁻⁻² σ² x - mu the whole square ആണ്. അവിടെ മ്യൂവും സിഗ്മയും ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് നോൺ ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇനി ഒരു നൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നത് mu equal to 3 and sigma is known. അപ്പൊ സിഗ്മ എനിക്കറിയാം, mu 3 ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോഴും അവിടെ ഈക്വൽ ആണ് mu equal to 3. അപ്പൊ ഈ സിഗ്മയും മ്യൂ ഒക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി നോൺ ആണ്. സിഗ്മയും മ്യൂവും കൂടെ നമുക്ക് കിട്ടി H0. പക്ഷെ അതേസമയം H1 നോട്ട് ഈക്വൽ ടു 3 ആണ്. അപ്പൊ എനിക്ക് ഏത് മ്യൂവിന്റെ വാല്യൂ കൊടുക്കണം എന്ന് അറിയില്ല. അപ്പൊ മ്യൂ അപ്പോഴും അവിടെ അൺനോൺ ആണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യുന്നില്ല PDF-നെ. അതാണ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് സിമ്പിൾ ഹൈപ്പോത്തസിസ്, അതർവൈസ് ഇറ്റ് ഇസ് കോമ്പോസിറ്റ്. ഓക്കെ, ഇനി നമുക്ക് എറേഴ്സിലോട്ട് വരാം. അപ്പോ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ എറർ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ടെസ്റ്റിങ്ങും എസ്റ്റിമേഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ എ സാമ്പിൾ, നോട്ട് കൺസിഡറിങ് ദ പോപ്പുലേഷൻ, ബിക്കോസ് ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ്, എക്സ്പെൻസീവ് എക്സെട്ര. അപ്പൊ നമുക്ക് ഒരു പോപ്പുലേഷൻ മൊത്തത്തിൽ എടുത്തിട്ട്, ഒരു പോപ്പുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് അതിനെ വെച്ചോണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ആ പോപ്പുലേഷൻ മൊത്തത്തിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സാമ്പിൾ എടുത്ത് ചെയ്യും. ഇനി നമ്മൾ എടുക്കുന്ന സാമ്പിൾ അത്ര നല്ലതല്ലെങ്കിൽ ഒബ്വിയസ്ലി അവിടെ എന്ത് സംഭവിക്കാം? എറേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന എററുകളാണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ഇനി എന്താണ് ടൈപ്പ് 1 എറർ? റിജക്ട് H0 when it is true. വളരെ കറക്റ്റ് ആയിരുന്ന ഒരു H0-നെ ഞാൻ റിജക്ട് ചെയ്യുന്നു. അതാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ കുറച്ച് പേഷ്യൻസിന് ഒരു മെഡിസിൻ കൊടുത്തു. മെഡിസിൻ കൊടുത്തിട്ട് ആക്ച്വലി ആ മെഡിസിൻ നല്ലതായിരുന്നു. അത് വെച്ചിട്ട് പേഷ്യൻസിന്റെ ഒക്കെ അസുഖം ക്യൂർ ആവുകയും ചെയ്യും. പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്തു അതിന് എഫക്റ്റ് ഒന്നും ഇല്ലാന്ന്. അപ്പൊ എന്താ സംഭവിക്കുക? ഞാൻ ആ ട്രീറ്റ്മെന്റ് അവിടെ വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ശരിക്കും നന്നായിരുന്ന ഒരു മെഡിസിൻ ആയിരുന്നു, പക്ഷെ അങ്ങനെ ക്ലെയിം ചെയ്തത് കൊണ്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു ആ പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ എന്താ? ശരിയായിരുന്ന ഒരു H0-നെ ഞാൻ റിജക്ട് ചെയ്യല്ലേ ചെയ്തത്. ആ സമയത്ത് സംഭവിക്കുന്നതാണ് ടൈപ്പ് 1 എറർ. ഇനി തിരിച്ച് ശരിക്കും അതിനൊരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ആരോ ക്ലെയിം ചെയ്തു അത് നല്ലതാണെന്ന്, അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു അതിനെ. ദാറ്റ് ഇസ് ടൈപ്പ് 2 എറർ. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. അപ്പോ റിജക്ട് H0 when it is true ആണെങ്കിൽ ടൈപ്പ് 1 എറർ, റിജക്ട് H0 when it is false ആണെങ്കിൽ ടൈപ്പ് 2 എറർ. ഇനി ഈ ടൈപ്പ് 1 എററിനും ടൈപ്പ് 2 എററിനും ഒക്കെ പ്രോബബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. അതിൽ ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റിയെ നമ്മൾ ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യും, ടൈപ്പ് 2 എററിന്റെ പ്രോബബിലിറ്റിയെ ബീറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യും, ആൽഫ ബീറ്റ. ഓക്കെ, ഇനി ഈ എറേഴ്സിനെ പറ്റി കുറച്ചും കൂടി പറയുകയാണെങ്കിൽ, നമുക്ക് ഈ എററുകൾ ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ എററുകൾ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഏതാണ് കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഒരു എറർ എന്ന് ചോദിച്ചാൽ ടൈപ്പ് 2 എറർ ആണ് എപ്പോഴും കുറച്ച് സിവിയർ ആയിട്ടുള്ള ഒരു എറർ എന്ന് പറയുന്നത്.
നമ്മൾ ഈ ടൈപ്പ് 2 എററിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ടൈപ്പ് 1 എററിന് ഒരു ബൗണ്ടറി ഇടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈപ്പ് 2 എററിനെ മിനിമൈസ് ചെയ്യുന്നത്. അപ്പൊ ഏത് എറർ ആണെങ്കിലും നമുക്കൊരു ലെവൽ വരെ മിനിമൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ആക്കാൻ പറ്റില്ല എറേഴ്സ് ഒന്നും. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ. സിഗ്നിഫിക്കൻസ് ലെവൽ ഇസ് നത്തിങ് ബട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത്. അത് ആൽഫ തന്നെയാണ് സിഗ്നിഫിക്കൻസ് ലെവൽ. അതായത് ആൽഫ, അതായത് സിഗ്നിഫിക്കൻസ് ലെവൽ ഒരു 0.05 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ദാറ്റ് ഈസ് 5% ചാൻസ് ഓഫ് മേക്കിംഗ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ ഉണ്ടാക്കാൻ 5% ചാൻസ് അവിടെ ഉണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് ചോദിക്കാം. ഒരു ആൽഫ തന്നിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ എന്താണ് ഇന്റർപ്രിട്ടേഷൻ? സിഗ്നിഫിക്കൻസ് ലെവൽ ഒരു 0.05 ആണെങ്കിൽ അതിന്റെ അർത്ഥം 5% ചാൻസ് ഓഫ് മേക്കിംഗ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ ഉണ്ടാക്കാനുള്ള 5% ചാൻസ് അവിടെ ഉണ്ട്. ഇനി എന്താണ് പവർ? പവർ പറയുന്നതിന് മുന്നേ പവർ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം നമ്മൾ. എന്താണ് പവർ ഫംഗ്ഷൻ? പവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ബീറ്റ ഓഫ് തീറ്റ. ബീറ്റ ഓഫ് തീറ്റ എന്താ? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. അതായത് നമുക്ക് ഈ പവർ കിട്ടുന്നത് ഇൻക്ലൂഡിംഗ് ദ പാരാമീറ്റർ ആണെങ്കിൽ, ഇത് പാരാമീറ്ററിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് പവർ കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ പവർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്നിട്ട് ആ തീറ്റയ്ക്ക് പെർട്ടിക്കുലർ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഓരോ പോയിന്റിനെയുമാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ പവർ ഫംഗ്ഷൻ. അപ്പൊ സിംപ്ലി പവർ എന്താന്ന് അറിഞ്ഞിരുന്നാൽ മതി. പവർ എന്ന് പറയുന്നത് 1 മൈനസ് ബീറ്റ, അതാണ് പവർ എന്ന് പറയുന്നത്. 1 മൈനസ് ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 എറർ. ഓക്കെ, ഇനി സൈസ് എന്താണ്? സൈസ് ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സിഗ്നിഫിക്കൻസ് ലെവല് അത് തന്നെയാണ് നമ്മുടെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ടെസ്റ്റിംഗിൽ ആക്ച്വലി നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പവറും സൈസും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ടെസ്റ്റ് തരും, എന്നിട്ട് പവറും സൈസും കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിലെ വീഡിയോയില്, നെക്സ്റ്റ് വീഡിയോ അപ്ലോഡിങ്ങില്, കമ്മിങ് വീഡിയോയില് നമുക്ക് പവറും സൈസും കണ്ടുപിടിക്കാനുള്ള ഒരു വളരെ ചെറിയൊരു പ്രോബ്ലം എടുക്കാം. ബിക്കോസ് അത് അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിന്റെ പവർ എന്താ, അല്ലെങ്കിൽ കമ്പാരറ്റീവ്ലി ആർക്കാണ് പവർ കൂടുതൽ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് കമ്മിങ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, സൈസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ സിഗ്നിഫിക്കൻസ് ലെവൽ കണ്ടുപിടിച്ചാൽ മതി. അതായത് ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയാണ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ റീജിയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളൊരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 റീജിയൻസ് ഉണ്ടായിരിക്കും. ഒന്ന് ക്രിട്ടിക്കൽ റീജിയണും ഒന്ന് ആക്സെപ്റ്റൻസ് റീജിയണും. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അനുസരിച്ചാണ്. പിന്നെ ഇതൊക്കെ പൊതുവേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുണ്ട്, ഇന്നതാണ് ക്രിട്ടിക്കൽ റീജിയൻ. അതായത് ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ, നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് ഒക്കെ ഉണ്ട്, അതിനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിരിക്കും അതൊക്കെ പറയാം. അതായത് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ അതൊക്കെ പഠിക്കുക. ഇതിപ്പോ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി പാർട്ടാണ്. ഇപ്പൊ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ക്രിട്ടിക്കൽ റീജിയനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അതുകൊണ്ട് ക്രിട്ടിക്കൽ റീജിയനെ നമ്മൾ റിജക്ഷൻ റീജിയൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ആക്സെപ്റ്റൻസ് റീജിയനിലാണെങ്കിൽ നമ്മൾ H0 ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയനിലാണെങ്കിൽ H0 റിജക്ട് ചെയ്യും, ആക്സെപ്റ്റൻസ് റീജിയനിലാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. ലാസ്റ്റ് വൺ, വാട്ട് ഈസ് പി വാല്യൂ? പി വാല്യൂ ഇസ് നത്തിങ് ബട്ട് ദ എവിഡൻസ് അഗൈൻസ്റ്റ് H0. H0 അഗൈൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസിനെയാണ് നമ്മൾ പി വാല്യൂ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു പി വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ മീനിങ് there is a strong evidence against H0 എന്നാണ്. പി വാല്യൂ വളരെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം സ്ട്രോങ് എവിഡൻസ് അഗൈൻസ്റ്റ് H0 എന്നാണ്. H0-നെതിരെ നമുക്ക് സ്ട്രോങ് എവിഡൻസ് ഉണ്ട്, സോ വി ക്യാൻ റിജക്ട് H0.
നമുക്ക് റിജക്ട് ചെയ്യാം എച്ച് നോട്ട്, കണ്ണും അടച്ച് റിജക്ട് ചെയ്യാം. ഇനി പി വാല്യൂ വളരെ വലിയൊരു വാല്യൂ ആണെങ്കിൽ വീക്ക് എവിഡൻസ് എഗൻസ്റ്റ് എച്ച് നോട്ട്, എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യാൻ അത്രമാത്രം എവിഡൻസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നാണ്. സോ ഫെയിൽസ് ടു റിജക്ട് എച്ച് നോട്ട്. അപ്പൊ നമ്മൾ എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യുന്നത് ഫെയിൽ ആവുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ മോസ്റ്റ് കോമൺലി നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പി വാല്യൂ ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ വി റിജക്ട് എച്ച് നോട്ട് എന്നാണ് പറയുക. പി വാല്യൂ ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ, അതായത് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതിൽ എവിടെയോ വന്നിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ തരാറുണ്ട്. പി വാല്യൂ ഇന്നതിന് താഴെയാണ് തന്നിട്ട് റിജക്ട് ആണോ ആക്സെപ്റ്റ് ആണോ എന്നുള്ള കൺക്ലൂഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തെടുത്ത് അങ്ങനെ വന്നു. അപ്പൊ ടെസ്റ്റിംഗിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പി വാല്യൂ ലെസ് ദാൻ ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ ആണെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഞാൻ തിയറി ഇൻക്ലൂഡ് ചെയ്തത്. സിമ്പിൾ സിമ്പിൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻസ് മനസ്സിലാക്കി വെക്കുക. ഡെഫിനിഷൻസ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. പിന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ പവറും സൈസും കണ്ടുപിടിക്കാൻ അത് എന്തായാലും നോക്കി വെക്കണം. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഔട്ട് ഓഫ് ദ 2 types of errors in testing, the more severe error is, more severe ആയിട്ടുള്ള എറർ ഏതാണ്? ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, that is type 2 error. ഈ ടൈപ്പ് 2 എറർ മിനിമൈസ് ചെയ്യാൻ നമ്മൾ ടൈപ്പ് 1 എററിന് ഒരു ബൗണ്ടറിക്ക് ഇടും. ഈ ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി സിഗ്നിഫിക്കൻസ് ലെവൽ ആണല്ലോ. അപ്പൊ നമ്മൾ ആ സിഗ്നിഫിക്കൻസ് ലെവലിനാണ് ബൗണ്ടറി ഇടുക. സിഗ്നിഫിക്കൻസ് ലെവൽ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോ ഒരു കാര്യം ഓർത്ത് വെക്കാം, സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാലും സൈസ് എന്ന് പറഞ്ഞാലും ആൽഫ എന്ന് പറഞ്ഞാലും ഒക്കെ ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി ആണ്. അത് ഓർത്ത് വെക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈസ് ഓഫ് ക്രിട്ടിക്കൽ റീജിയൺ ഇസ് നോൺ ആസ്. ക്രിട്ടിക്കൽ റീജിയണിന്റെ സൈസിനെ വിളിക്കുന്ന പേരെന്താണ്? അതായത് റിജക്ഷൻ റീജിയണിന്റെ സൈസിനെ വിളിക്കുന്ന പേരെന്താണ്? പവർ ഓഫ് ദി ടെസ്റ്റ് ആണോ? അല്ല. സൈസ് ഓഫ് ടൈപ്പ് 2 എറർ ആണോ? അതെന്തായാലും അല്ല. ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നാണോ? അല്ല. സൈസ് ഓഫ് ദി ടെസ്റ്റ് എന്നാണ് വിളിക്കുക. സൈസ് ഓഫ് ദി ടെസ്റ്റ്. ഓക്കെ. വെദർ എ ടെസ്റ്റ് ഇസ് വൺ സൈഡഡ് ഓർ ടു സൈഡഡ് ഇസ് ഡിപ്പെൻഡ് ഓൺ. ഒരു ടെസ്റ്റ് വൺ സൈഡഡ് ആണോ ടു സൈഡഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണോ? അതെ. എന്തായാലും കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയാൻ പറ്റില്ല. നൾ ഹൈപ്പോത്തസിസ് ഒരിക്കലും വരില്ല, ബിക്കോസ് അത് എപ്പോഴും ഈക്വൽ ടു ആയിരിക്കും. സിമ്പിൾ ഹൈപ്പോത്തസിസും വരില്ല, ബിക്കോസ് അതാണ് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതും എപ്പോഴും ഈക്വൽ ടു ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലാണ് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ നോട്ട് ഈക്വൽ ടു ആണോ എന്ന് വരുന്നത്. ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ആണെങ്കിൽ വൺ സൈഡഡ് ആയിരിക്കും, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ടു സൈഡഡ് ആയിരിക്കും. സോ അത് കൺഫേം ആയിട്ടും തീരുമാനിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. സോ ഓപ്ഷൻ എ. എ ടൈപ്പ് 1 എറർ റിക്വയർസ് വെൻ വി. ടൈപ്പ് 1 എറർ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇത് ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. റിജക്ട് എ ഫാൾസ് നൾ ഹൈപ്പോത്തസിസ്, reject a true null hypothesis, don't reject a false null hypothesis and don't reject a true null hypothesis. ഇതിന്ന് തന്നെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ടൈപ്പ് 1 എററിന്റെ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. റിജക്ട് എച്ച് നോട്ട് വെൻ എച്ച് നോട്ട് ഇസ് ട്രൂ. ശരിയായിരുന്ന ഒരു എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യുമ്പോഴാണ് ടൈപ്പ് 1 എറർ ഉണ്ടാവുന്നത്. സോ റിജക്ട് എ ട്രൂ null hypothesis. ഓപ്ഷൻ ബി. ബി. അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുക. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പവറിന്റെയും സൈസിന്റെയും ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അവിടെ നിങ്ങൾക്ക് പവറിന്റെ സൈസിന്റെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.